രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു നല്ല ശിഷ്യനെ കിട്ടണമെങ്കിൽ ഗുരു പുണ്യം ചെയ്തിരിക്കണം, തിരിച്ചല്ല. ഗുരുവിനെ കിട്ടാൻ ശിഷ്യനല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഒരു നല്ല മകനെ കിട്ടണമെങ്കിൽ അമ്മ ജന്മജന്മാന്തര പുണ്യം ചെയ്തിരിക്കണം. നമ്മളിന്ന് കേട്ടിട്ടില്ലേ, മകൻ അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു എന്നൊക്കെ. അപ്പോൾ ഓർമ്മ വെക്കുക, ഒരു നല്ല ശിഷ്യനെ കിട്ടണമെങ്കിൽ ഗുരു പുണ്യം ചെയ്തിരിക്കണം. ഒരു നല്ല മകനെ കിട്ടണമെങ്കിൽ അമ്മ പുണ്യം ചെയ്തിരിക്കണം. അതുപോലെ ഒരു കറതീർന്ന ഭക്തയെ കിട്ടണമെങ്കിൽ, അങ്ങേയറ്റം ശുദ്ധയായ ഒരു ഭക്തയെ കിട്ടണമെങ്കിൽ ഭഗവാൻ പുണ്യം ചെയ്തിരിക്കണം. ഭക്തരെന്ന് പറയുന്നത് ഇന്നുള്ളത് ഒരിക്കലും പൂർണ്ണ ഭക്തരല്ല. അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരികയാണ്. ആ ഭക്ത പാടുകയാണ്, കൃഷ്ണ നീ ഒരു ചന്ദന മുട്ടി എന്ന പോലെ എൻ്റെ ശരീരത്തിന് തീ കൊളുത്തു കൃഷ്ണ. നീ വന്ന് ഒരു ചന്ദനത്തടിക്ക് തീ കൊളുത്തുന്നത് പോലെ കൃഷ്ണ, നീ എൻ്റെ ശരീരത്തിന് തീ കൊളുത്ത് കൃഷ്ണ. അപ്പൊ എൻ്റെ ശരീരം അങ്ങ് ഭസ്മമാകും. അപ്പൊ നീ എന്തു ചെയ്യണം? ആ ഭസ്മം എടുത്ത് നിന്റെ ദേഹത്ത് തേക്കണം. അങ്ങനെ ഒരു ഭസ്മമായി നിന്റെ ദേഹത്ത് ഞാൻ ഒട്ടിക്കിടക്കട്ടെ കൃഷ്ണ. അതാണ് ഭക്ത, അതാണ് ഭക്ത. മനസ്സിലായില്ലേ? എന്നെ തീവക്ക് കൃഷ്ണ. എൻ്റെ ശരീരം വെന്ത് ഉരുകി ചാമ്പലാകണം. എന്നിട്ട് ആ ചാമ്പലെടുത്ത് നീ നിന്റെ ദേഹത്ത് തേക്കണം. നിന്റെ നെഞ്ചത്തും നിന്റെ തോളിലും നിന്റെ നെറ്റിയിലും എല്ലാം പുരട്ടണം. അങ്ങനെ ഭസ്മമായി കൃഷ്ണ നിന്റെ നെഞ്ചിൽ എനിക്ക് ഒട്ടിക്കിടക്കണം. ഭിക്ഷാടനത്തിനെത്തിയ ഒരു സന്യാസി അവൾക്ക് കുഞ്ഞുനാളിൽ ഒരു ചെറിയ കൃഷ്ണ വിഗ്രഹം കൊടുത്തു. പിന്നെ ഒന്നിനെയും അവൾ അത്രമേൽ വിലമതിച്ചിട്ടില്ല. ആ കൃഷ്ണ വിഗ്രഹത്തെ പിഴിഞ്ഞ് ആ ഭക്ത ഒരു നിമിഷം പോലും നിന്നിട്ടില്ല. അന്നൊക്കെ ഇളം പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം നിശ്ചയിക്കുന്ന സമയമാണ്. അവൾ ചോദിച്ചു, ആരായിരിക്കും എൻ്റെ വരൻ? അപ്പോൾ അല്പം തമാശയായിട്ട് ആ കൃഷ്ണ വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, മോളെ, ആ കാണുന്നതാണ് നിന്റെ വരൻ. ആ നിമിഷം മുതൽ മനസ്സുകൊണ്ട് അവൾ അവൻ്റെ വധുവായി. ഒടുവിൽ അവളുടെ കല്യാണം കഴിഞ്ഞ് ശരിയായ വരൻ വന്നപ്പോൾ ആ പുരുഷന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു, എൻ്റെ വരൻ താങ്കളല്ല, എൻ്റെ വരൻ കൃഷ്ണനാണ്. ഇന്ന് കൃഷ്ണന്റെ വലിയ ഭക്തകളെന്ന് പറഞ്ഞ് നടക്കുന്നവരും, കൃഷ്ണൻ ഉറക്കത്തിൽ വന്ന് എന്തോയൊക്കെ പറയുന്നു എന്ന് പറയുന്നവരും, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, കൃഷ്ണനും രാധയും ഒക്കെ വന്ന് അതിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നതെന്ന്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ പുരുഷനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ദേഹത്ത് തുടരുത്, എൻ്റെ പുരുഷൻ കൃഷ്ണനാണ്? നമ്മളങ്ങനല്ല. കല്യാണം കഴിച്ച് ബന്ധം ഒഴിഞ്ഞാലോ അല്പനാള് വേർപിരിഞ്ഞ് നിന്നാലോ ഒക്കെയാണ് നമ്മൾ പതുക്കെ പറയും, കൃഷ്ണനാണ് എൻ്റെ എല്ലാം. ഭക്തി തമ്മിലുള്ള വ്യത്യാസം അറിയണം. അറിയാതെ പറയരുത് പൂർണ്ണ ഭക്തയാകണമെന്ന്. ഞാനിത് പറഞ്ഞു തരുന്നത്, ഒരു കൃഷ്ണ ഭക്തയാകാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ വാ, നിങ്ങൾ ഇങ്ങനെ വരണം. അപ്പൊ തന്നെ കല്യാണം കഴിച്ച പുരുഷന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തുടരുതെൻ്റെ ദേഹത്ത്, ഞാൻ ആർക്കുള്ളതാണ്? കൃഷ്ണനുള്ളതാണ്. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണമടഞ്ഞു. അതോടെ അവള് സ്വതന്ത്രയായി. അവളിങ്ങനെ അലഞ്ഞു നടന്നു, സന്യാസിമാരോടൊത്ത് സഞ്ചരിച്ചു. അമ്പലങ്ങൾ, താണജാതിക്കാർക്ക് കയറിക്കൂടാത്ത അമ്പലങ്ങളിൽ അവൾ കയറി. അവൾ നൃത്തം ചവിട്ടാൻ തുടങ്ങി, ഭജനയിരിക്കാൻ തുടങ്ങി. അപ്പോഴോ ദുരഭിമാനികളായ ബന്ധുക്കൾ അവളെ കൊല്ലാൻ ശ്രമിച്ചു. 30ാമത്തെ വയസ്സിന്റെ തുടക്കത്തിൽ തനിക്കുള്ളതെല്ലാം അവൾ ഉപേക്ഷിച്ചു. സ്വയം ഒരു സന്യാസിയായി പരിണമിച്ചു. ഒരുപാട് യാത്ര ചെയ്തു, പൊതു ഇടങ്ങളിൽ ഉറങ്ങി, മധുരമായി പാടി. ബാല്യത്തിലെ ഒരു പരിചാരിക അവളോടൊപ്പം കൂടിയിരുന്നു. ആ പരിചാരക ആ ഗാനങ്ങളൊക്കെ കുറിച്ചു വെച്ചു. അതേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണ് മീര. ഭക്തമീരയുടെ കാണാപ്പുറമാണ് ഞാൻ പറയുന്നത്. നൃത്തം ചവിട്ടി
ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരുഷ മേൽക്കോയ്മയുള്ള ആ കാലത്ത് പൂജാരി തടഞ്ഞു, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അപ്പം മീര വളരെ നിഷ്കളങ്കയായി ചോദിച്ചു, അങ്ങ് എത്ര നാളായി പൂജയർപ്പിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ സ്വല്പം ഒരു അഹങ്കാരത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, 50 വർഷമായി. അപ്പോൾ വീണ്ടും മീര നിഷ്കളങ്കമായി പറഞ്ഞു, കഷ്ടം, ഇത്ര നാളും പൂജ അർപ്പിച്ചിട്ടും അങ്ങ് ഇനിയും ഒരു സ്ത്രീ ആയില്ലേ? ദൈവത്തിലേക്കുള്ള വഴി സ്ത്രീയാണെന്ന് ആദ്യം കാണിച്ചു തന്ന മഹതിയാണ് സത്യത്തിൽ മീര. ആരോരുമില്ലാത്തവരെ ശ്രദ്ധിക്കുകയും ഒടുവില് ദ്വാരകാപുരിയിലെ കടലോരത്തുള്ള രംഗോർത്തി ക്ഷേത്ര പരിസരത്ത് ഭജനയിരിക്കുകയും അവിടെ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. പറയട്ടെ, 100 ജന്മം ജനിക്കണം ഭഗവാന് മീരയെ പോലെ ഒരു ഭക്തയെ കിട്ടാൻ. 100 ജന്മം ജനിക്കണം. അങ്ങനെ ഒരു ഭക്തയെ കിട്ടണമെങ്കിൽ ഭഗവാനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഭക്തമീര പാടിയ ഒരു കൊച്ചു ഗാനവും കൂടെ ഞാൻ നിങ്ങളടുത്ത് പറയാം. മീര പാടിയ ഒരു ഭജന. റാണ പിന്നെയും വിഷം വച്ചു നീട്ടുന്നു മീര, നീ ഇത് കുടിക്കൂ. റാണ പിന്നെയും വിഷം വച്ചു നീട്ടുന്നു മീരാ, നീ ഇത് കുടിക്കൂ. ഞാൻ അവൻ്റെ തിരുനാമം ചങ്കിലടിച്ചു വിളിക്കുന്നു, കൃഷ്ണ എന്നു വിളിക്കുന്നു. ഞാൻ അവൻ്റെ തിരുനാമം ചങ്കിലടിച്ചു വിളിക്കുന്നു, കൃഷ്ണ എന്ന് വിളിക്കുന്നു. പിന്നീട് മുത്തിക്കുടിച്ചു, ശരിക്കും രുചിയുണ്ട് അവൻ്റെ നാമം, അത് കുടിച്ചു മാത്രം ജീവിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൻ്റെ നാമം, കൃഷ്ണന്റെ നാമം, അത് കുടിച്ചു മാത്രം ജീവിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതേ കൃഷ്ണ, കൃഷ്ണന്റെ നാമം മാത്രം കഴിച്ച് ജീവിക്കാൻ, കൃഷ്ണന്റെ നാമം കുടിച്ചു മാത്രം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തമീരയെ പോലെ ഒരു ഭക്തയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നീ പുണ്യം ചെയ്യണം. പ്രണയത്തെക്കാൾ എത്രയോ 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 വലുതാണ് ഭക്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആദ്യത്തെ മഹതിയാണ് മീര. ഭഗവാന്റെ നാമം കുടിച്ചു ജീവിക്കുന്ന മീര. ഭഗവാനെ കൃഷ്ണ, നിന്റെ നാമം കുടിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തയെ കിട്ടാൻ അവളുടെ ശരീരം സ്വയം നീ തന്നെ തീവച്ചുകയും എന്നിട്ട് അവളുടെ ഭസ്മമെടുത്ത് നിന്റെ ദേഹത്ത് പൂശണം, ആ ഭസ്മമായി നിന്റെ ദേഹത്തൊട്ടിക്കിടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭക്തയെ കിട്ടാൻ കൃഷ്ണ, കൃഷ്ണ, മീരയെ കിട്ടാൻ നീ 100 ജന്മങ്ങളുടെ പുണ്യം ചെയ്യണം. കൃഷ്ണന് 100 ജന്മങ്ങളുടെ പുണ്യം വേണം മീരയെ കിട്ടാൻ. കൃഷ്ണ, ഭഗവാനെ, ഭക്തവത്സല, ഇനി എന്നാണ് അങ്ങേക്ക് അങ്ങനൊരു ഭക്തയെ കിട്ടുന്നത്? രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾ ഇനി ഏത് ജന്മത്താണ് ഇങ്ങനൊരു ഭക്തയായി മാറുന്നത്? സ്വയം ചോദിക്ക്.